ഹായ് എവരിവൺ, ഞാൻ PT ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീക്ക് ഫ്ലുവൻ്റ്ലി. ഇപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് തരികയാണെങ്കിൽ നമ്മളത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. എന്ന് വെച്ചാൽ പോസസ് ഇല്ലാതെ, ഹെസിറ്റേഷൻ ഇല്ലാതെ, ഫ്ലുവൻ്റ് ആയിട്ട് നിർത്താതെ ഒരു പാരഗ്രാഫ് വായിക്കണം. അതാണ് റിക്വയർമെൻറ്റ്. ഫ്ലുവൻസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഫ്ലുവൻസിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ സ്കോർ ഭയങ്കരമായിട്ട് കുറയും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ടെംപ്ലേറ്റ്സ്. ഇപ്പോൾ നമുക്ക് 4 ടോപ്പിക്സിൽ ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെംപ്ലേറ്റ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ഒരു 50-60 വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓണായിട്ട് ഷോർട്ട് സെൻറ്റൻസസ് കൂടെ ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ എസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സെൻറ്റൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സിന് യൂസ് ചെയ്തിട്ട് എസ് ടൈപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു 90s സ്കോർ വരുള്ളൂ. തേർഡ് വൺ എന്ന് പറയുന്നത് ഫെമിലിയറൈസ് വിത്ത് ദ ടോപ്പിക്സ്. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളത്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും, ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാമിന് പോകാവൂ. ഫോർത്ത് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ അപ്രോച്ച് ബിഫോർ സ്റ്റാർട്ടിങ് പ്രാക്ടീസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ റൈറ്റിങ്ങിൻ്റെ ചെയ്യാനാണ് ഉള്ളതെന്ന് വെച്ചോ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്താൽ മാത്രം നമുക്ക് സ്കോർ കിട്ടും, നമുക്ക് പാസ്സാവുള്ള സ്കോർ കിട്ടും, 67-50s വരാം. പക്ഷേ നമുക്കത് പോരാ. നമുക്ക് ഫുൾ മാർക്സ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള സ്പെല്ലിംഗ് എറേഴ്സ്, ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ സബ്മിറ്റ് ചെയ്യാവൂ. ഫോം 100 to 200 വേർഡ് കൗണ്ട് ഇതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ സബ്മിറ്റ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ കിട്ടുള്ളൂ. കൂടുതൽ PT പറ്റി പഠിക്കാനായും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാനായും കോസ്മോ സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. Thank you.